Hey everyone, hope you are doing well. Today, ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല? ഇതിൻ്റെ ആൻസർ വെരി ഓബിയസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സറൗണ്ടിങ്സിൽ, നിങ്ങൾ ആ ഒരു എൻവയൺമെൻറ്റിൽ, നിങ്ങളുടെ ആ ഒരു സർക്കിളിൽ ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. അതായത് നിങ്ങൾ സംസാരിക്കുന്ന മലയാളികളായിട്ടാണ്, നിങ്ങൾ എല്ലാ ടൈമും കൂടെ നടക്കുന്നത് മലയാളീസാണ്, അവർ സംസാരിക്കുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന ഒക്കെ മലയാളമാണ്. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ വിട്ടുപോയി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിന് സൊല്യൂഷനായിട്ട് പല ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരും പല സൊല്യൂഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രാമർ പഠിപ്പിക്കും, 1-to-1 15 മിനിറ്റ് കോൾ വരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ആൾക്കാരൊക്കെ നമ്മൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ അവർ ഈ 15 മിനിറ്റിൽ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ ആൻസർ ചെയ്യും, പക്ഷേ ഇതൊന്നും റിയൽ കോൺവെർസേഷനിലേക്ക് വരുമ്പോൾ അവർക്കൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളെ കോഴ്സ് കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ട് ആ എൻവയൺമെൻറ്റിൽ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ റിവ്യൂ പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. സോ അതെങ്ങനെയാണ് നമുക്ക് സാധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു എൻവയൺമെൻറ്റില്ലേ, ആ ഒരു ആൾക്കാരില്ലേ, അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അപ്പോൾ 24/7, അതായത് 24 മണിക്കൂറും ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ. കമ്മ്യൂണിറ്റിയെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ റിയൽ കോൺവെർസേഷൻ ആണ്, സ്പീക്കിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നോ അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജമ്പ് ചെയ്യാനും അവരായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് തെറ്റിക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഉള്ള ഒരു കംപ്ലീറ്റ് എൻവയൺമെൻ്റ് ആണ് നമ്മൾ അവിടെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും, പക്ഷേ ഇത് അങ്ങനെയല്ല മോനെ വർക്ക് ആവുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം എൻ്റെ ഒരു കേസ് നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇംഗ്ലീഷ് പഠി സർക്കിൾ യൂസ് ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഫ്രീ ടൈമിൽ, അതായത് രാവിലെ ഞാൻ കോഫി ടൈമിൽ നമ്മളുടെ സ്പീക്കിംഗ് റൂം ഓപ്പൺ ആക്കും, എന്നിട്ട് അതിൽ അവൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ ഞാൻ സംസാരിക്കും, കാര്യങ്ങൾ ഷെയർ ചെയ്യും, പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ടാവും, റോൾ പ്ലേസും ജാംസും വേറെ കുറേ ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. ഞാൻ അതിൽ പോയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, പഠിക്കുന്നു. എന്നിട്ട് പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നു, ഉച്ചയ്ക്ക് പോലെ ലഞ്ച് ടൈമിലും പോയി സംസാരിക്കുന്നു, വൈകിട്ട് ഈവനിങ് കോഫി ടൈമിൽ പോയി സംസാരിക്കുന്നു. ഇങ്ങനെ എപ്പോൾ എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നു അപ്പോൾ ഒക്കെ ഞാൻ പോയി സംസാരിക്കും. കാരണം അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അവിടെ ഒരു ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്തിട്ട് നമ്മളെ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്കൊരു ഫീലിംഗ് കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് ഹാബിറ്റായി മാറും, നിങ്ങൾ അടിപൊളിയായിട്ട് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അപ്പോൾ അതാണ് ഇൻ എ നട്ട്ഷെൽ ഇംഗ്ലീഷ് ബഡി സർക്കിൾ. എന്നാൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അയ്യോ ഇതൊരു എൻവയൺമെൻറ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഒന്നും എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ബഡി സർക്കിൾ ജസ്റ്റ് ഒരു സ്പീക്കിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് ലോഞ്ച് പാഡാണ്. അതായത് നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സോൺ ഇവിടെ ഉണ്ട്, പ്രാക്ടീസ് സോൺ ഉണ്ട്. അവിടെ പ്രാക്ടീസ് ചെയ്ത് ഈ സാധനങ്ങൾ പോയിട്ട് റിയൽ കോൺവെർസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഈസ് ദ റിയൽ വേ ടു ലേൺ ഇംഗ്ലീഷ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ഫേസ്, ഞാൻ പറഞ്ഞ പോലെ 2 ഫേസാണ്, ലേണിംഗ് ഫേസും ഇംപ്ലിമെൻറ്റേഷൻ ഫേസും. ലേണിംഗ് ഫേസിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് സാധനം, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പോലും സ്ട്രക്ചർ ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഫ്രം സ്ക്രാച്ച് കോഴ്സ്. ആ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി കോഴ്സാണ്. നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അത്ര അടിപൊളി കോഴ്സും പക്കാ സ്ട്രക്ചേർഡ് കോഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ലൈവ് ക്ലാസ്സിൽ കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്, ആൻഡ് പ്രാക്ടീസ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടീസ് സോൺ തന്നെ അവിടെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിയുള്ള ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കംപ്ലീഷൻ റേറ്റ് ഭയങ്കര കുറവാണ്. കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീഷൻ റേറ്റ് ഭയങ്കര കുറവായിരിക്കും. അന്ന് അവിടെ പ്രാക്ടീസ് ടുഗദർ ആണ്. നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യും, ബാക്കിയുള്ളവരുടെ കൂടെ തന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുമുണ്ടല്ലോ, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ആ പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈവ് ക്ലാസ് വഴി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ സാധനം നിങ്ങൾക്ക് ഇംഗ്ലീഷ് തെറ്റില്ലാതെ സംസാരിക്കാൻ നിങ്ങൾ അവിടെ നിന്ന് പഠിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ നേരെ വന്നിട്ട് നിങ്ങൾ എയിലും ബാക്കിയുള്ളവർക്കൊന്നല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. റിയൽ കോൺവെർസേഷനിൽ 24/7 അവിടെ നടക്കുന്ന റിയൽ കോൺവെർസേഷനിൽ നിങ്ങൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നു അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇവിടെ നിങ്ങൾ ഒരാളും ജഡ്ജ് ചെയ്യില്ല, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ, നിങ്ങൾ മിസ്റ്റേക്സ് തിരുത്തും, നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാം. നിങ്ങളിവിടെ ഒരാളും ജഡ്ജ് ചെയ്യില്ല, നിങ്ങൾ സംസാരിക്കുന്നവരെ നമ്മളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് ബഡി സർക്കിൾ. നിങ്ങൾ ലേൺ ചെയ്യുന്നു, അത് അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. ആ പ്രാക്ടീസ് ചെയ്ത സാധനം റിയൽ കോൺവെർസേഷനിൽ റിയൽ പീപ്പിളായിട്ട് സംസാരിച്ചിട്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. സോ ദാറ്റ്സ് വൈ ഐ സെഡ് ദിസ് ഈസ് ദ റിയൽ വേസ് ടു learn English, and that's what exactly English Buddy Circle is. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള ഒരു കോഴ്സ് അല്ല. ഇത് നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവണം, ഇംഗ്ലീഷ് അടിപൊളി ആക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ വെബ്സൈറ്റിൽ വന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എത്ര പേര് നമ്മളുടെ പ്രോഗ്രാം വഴി അടിപൊളിയായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ബഡിയിൽ ഏത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയെന്ന് നോക്കാം. ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ബഡി ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാമാണ്. ഇത് അടിപൊളി പ്രോഗ്രാമാണ്, അടിപൊളി റിസൾട്ട് കിട്ടുന്ന പ്രോഗ്രാമാണ്. അവിടെ വരാം ജോയിൻ. വെറും 399 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് കോഴ്സ് കിട്ടുന്നത്. കോഴ്സ് കിട്ടുന്നു, പ്രാക്ടീസ് ചെയ്യാനുള്ള എൻവയൺമെൻറ്റ് കിട്ടുന്നു, കാര്യങ്ങളെല്ലാം കിട്ടുന്നു. ജസ്റ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത് 399 രൂപ. അപ്പോൾ 399 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ റെസർ പേയിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ QR വരും, സ്കാൻ ചെയ്യുക, പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് എന്തിലേക്കായിരിക്കും പോവുക? നിങ്ങൾ നെക്സ്റ്റ് പേജ് പോകുന്നത് നമ്മളുടെ ഇത് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ള ഒരു പേജ് വരും. അതായത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഫില്ല് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പേജ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് എന്തായിരിക്കും? നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവിടെ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ പോയി ജോയിൻ ചെയ്യാം. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ആയി കഴിഞ്ഞാൽ അവിടെ ജനറൽ പേജിൽ നിങ്ങൾക്ക് വേണ്ട ഓൺ ബോർഡിംഗ് ഫയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിങ്ങൾ അഡ്മിൻസ് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും അഡ്മിൻസിന് പോയി മെസ്സേജ് അയക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പിൻ്റെ ടാഗ് സൂൺ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട്, നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അവിടെ നിന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ കയറാം. സോ നമുക്ക് അവിടെ കാണാം. ബൈ.